അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു അവധി ദിവസമായിരുന്നു. അതുകൊണ്ട് രാവിലെ വലിയ തിരക്കിട്ട ജോലിയൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് കുറച്ച് നേരം മുറ്റത്തൂടെയൊക്കെ ഇങ്ങനെ ചെടിയൊക്കെ നോക്കി നടന്നു. അപ്പോൾ ദേ നമ്മുടെ വഴുതന കണ്ടോ, ഇതേൽ ഒത്തിരി വഴുതനങ്ങ ഉണ്ടായി നിൽപ്പുണ്ടായിരുന്നേ. അതൊക്കെ ഒന്ന് പറിച്ചെടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ഈ പച്ചക്കറിയുടെയൊക്കെ ചോട്ടീന്നേ ഇതുപോലത്തെ തണ്ടൊക്കെ കിളുത്ത് വരത്തില്ലേ, മണ്ണിനോട് ചേർന്ന്. അങ്ങനെയുള്ള തണ്ടൊക്കെ മുറിച്ച് കളയണമെന്ന് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പണ്ട് കണ്ടിട്ടുണ്ട്. അപ്പം അത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കളയും. അല്ലെങ്കിൽ മണ്ണിനകത്തുനിന്ന് പെട്ടെന്ന് ഈ ചെടിക്ക് കേടൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നാണ് ആ വീഡിയോയ്ക്കകത്ത് ഞാൻ കേട്ടത്. അപ്പോൾ ദേ നമുക്ക് നന്നായിട്ട് മൂത്ത ഇത്രയും വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട്. പിന്നെന്താ അടുക്കളയിലേക്ക് എന്ന് ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. ചായ വെച്ചു. പിന്നെ ഇന്ന് നമുക്ക് ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇടിയപ്പത്തിനുള്ള മാവൊക്കെ കുഴച്ച് വെച്ചിട്ടായിരുന്നേ ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയത്. പിന്നെ അതിൻ്റെ മാവൊക്കെ ഒന്ന് ചൂടാറി വരണമല്ലോ. നേരെ ആ കൂടെ തന്നെ ഗ്രീൻ പീസ് കറിയും റെഡിയാക്കിയായിരുന്നു. പിന്നെന്നാ ഇപ്പോൾ പറിച്ചുകൊണ്ട് വന്ന വഴുതനങ്ങ എടുത്തൊന്ന് തീയൽ വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് വഴുതനങ്ങ എല്ലാം കഴുകി ഇത്രയും വലുപ്പത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. 2 വഴുതനങ്ങയാണ് ഞാൻ എടുത്തത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയ സവോള അരിഞ്ഞത്, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി തീയൽ ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചെടുക്കാം. ഇനി കടുക് പൊട്ടിക്കഴിയുമ്പം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പൂടെ ചേർത്താണ് വഴറ്റുന്നത്. ഉപ്പിടുന്ന വീഡിയോ ഇതിൻ്റെ അകത്ത് കിട്ടിയില്ല കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ട് വാടി വന്ന് കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. മൂടി വെച്ച് വേവിക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഈ കറിക്ക് ആവശ്യമായ പുളിക്ക് വേണ്ടി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിലിട്ട് വെക്കാം. ഇനി ഈ കറിക്ക് വേണ്ട അരപ്പിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയത് നന്നായിട്ട് വറുത്തെടുക്കാം. ഇനി തേങ്ങയൊക്കെ മൂത്ത് ഒരുവിധം ബ്രൗൺ കളറായി വരാറാകുമ്പം അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി ഇതുകൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ദേ വഴുതനങ്ങ എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങ വറുത്തത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി പുളിവെള്ളം ഒഴിച്ച് തിളയ്ക്കുമ്പോൾ കുറച്ചുകൂടി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദേ ഇനി ഈ അരപ്പൂടെ ചേർത്ത് കറി നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ വഴുതനങ്ങ തീയൽ റെഡിയാകും. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വഴുതനങ്ങ തീയൽ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പിന്നെ വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ കൂട്ടാം, അത്രേ ഉള്ളൂ. ഈ വഴുതനങ്ങ ശരിക്കും പറഞ്ഞാൽ സാമ്പാറിനകത്തോ അവിയലിനകത്തോ ഒക്കെ ഇടാനേ കൊള്ളത്തുള്ളൂ. അല്ലേ പിന്നെ കനം കുറച്ചരിഞ്ഞിട്ട് മീനൊക്കെ വറക്കുന്ന പോലെ അതിൻ്റെ അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് വറുത്തെടുത്താൽ എനിക്കും പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ദേ ഇത് ഇന്നലെ എടുത്തൊരു വീഡിയോ കേട്ടോ, അതുകൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. നമ്മുടെ ചെടിച്ചട്ടിക്കൊക്കെ ഒരു നീല കളറായിരുന്നു അടിച്ചിരുന്നത്. അതെല്ലാം അപ്പടി പായൽ പിടിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാനതെല്ലാം എടുത്തൊന്ന് തേച്ച് കഴുകിയിട്ട് കുറച്ച് പെയിൻറ്റ് മിച്ചം ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്തങ്ങ് ആ ചെടിച്ചട്ടിയിലൊക്കെ അടിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ തന്നെയല്ല കേട്ടോ, ബിനീഷേട്ടനോട് ഉണ്ടായിരുന്നു. ബിനീഷേട്ടനും പിന്നെ ഈ ചെടി സംരക്ഷണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ദേ ഒരു ഐവറി കളർ അടിച്ചിരിക്കുന്നത്. ഇത് ഈ ലൈറ്റ് കളർ ആയതുകൊണ്ട് എത്ര ദിവസം ഇങ്ങനെ ഇരിക്കുമെന്നൊന്നും അറിയത്തില്ല. എന്നാലും പുതിയതോടെ ഇരിക്കുമ്പോൾ കാണാൻ ഒരു രസം. ഇത് മൺചട്ടിയുമാണ്,
പിന്നെ നമ്മൾ ഈ ഭിത്തിയിലൊക്കെ അടിക്കുന്ന പെയിൻറ്റും ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങി കിട്ടും. ഇത് പിന്നെ തുണിയിലൊക്കെ പറ്റിയാലും നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകിയാൽ പൊക്കോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.